ജമാഅത്തെ ഇസ്ലാമി പിന്തുണ സ്വീകരിക്കുമെന്ന പരാമർശത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ കടന്നാക്രമിച്ച് സിപിഐഎം. കോലിബി ജമാഅത്തെ ഇസ്ലാമി സഖ്യത്തിന്റെ കോർഡിനേറ്ററാണ് വി ഡി സതീശനെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ തുറന്നടിച്ചു. ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട തന്റെ പരാമർശത്തിൽ പാർട്ടിയിൽ നിന്നുയർന്ന വിമർശനങ്ങൾക്കെതിരെ മുതിർന്ന സിപിഐഎം നേതാവ് എ കെ ബാലനും രംഗത്തെത്തി. അതാ പറയാം 40 കൊല്ലം എന്ന് പറയുന്നത് ശുദ്ധ അസംബന്ധം പറയാണ്, നുണ പറയുക എന്നുള്ളതാണ്. നുണ പറയുന്ന രോഗമാണ് ഈ വി ഡി സതീശന്. ഓരോ ദിവസവും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മുഴുവൻ നുണയാണ്, നുണരോഗം. കോലിബി സഖ്യാണ് മുമ്പ്, ഇപ്പോഴും അതിൻ്റെ ഒരു പുതിയ പതിപ്പ്. അതിൻ്റെ ഒപ്പം ജമാഅത്തെ ഇസ്ലാമിയും കൂടി ചേർന്നാൽ ആ ചേരുന്ന 4 എന്ന് പറഞ്ഞാൽ കോലിബി ജമാഅത്തെ ഇസ്ലാമി സഖ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കോർഡിനേറ്ററായിട്ട് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് വി ഡി സതീശൻ എന്ന പ്രതിപക്ഷ നേതാവാണ്. ജമാഅത്തെ ഇസ്ലാമി ബന്ധത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ നിലപാടിൽ മുസ്ലിം ലീഗിന്റെ പ്രതികരണം എന്തെന്നും സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ചോദിക്കുന്നു. ജമാഅത്തെ ഇസ്ലാമി പിന്തുണ നൽകിയാൽ സ്വീകരിക്കുമെന്ന വി ഡി സതീശന്റെ പ്രതികരണത്തിലാണ് സിപിഐഎം രംഗത്തെത്തിയത്. ഇതിനിടെ ജമാഅത്തെ ഇസ്ലാമിക്കെതിരായ പരാമർശത്തിൽ പാർട്ടിയിൽ നിന്നുയർന്ന വിമർശനങ്ങൾക്കെതിരെ മുതിർന്ന സിപിഐഎം നേതാവ് എ കെ ബാലൻ മറുപടിയുമായെത്തി. പണ്ടൊക്കെ പാർട്ടി നേതാക്കൾ അഭിപ്രായം പറഞ്ഞാൽ എല്ലാവരും അതിനൊപ്പം നിൽക്കും. ഇപ്പോൾ അങ്ങനെയല്ലെന്നും എ കെ ബാലൻ. എല്ലാ പാർട്ടി മെമ്പർമാരും അനുഭാവികളും വർഗഭോജന സംഘടനകളും രംഗത്ത് വരണം. പണ്ടെന്തായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇടതുപക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതിൻ്റെ നേതാക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് എതിരായിട്ട് പറയാൻ പറ്റില്ല. ഈ പാർട്ടി മെമ്പർമാരും അതുപോലെ തന്നെ അനുഭാവികളും ഇതങ്ങ് ഏറ്റെടുക്കും. ജമാഅത്തെ ഇസ്ലാമിയെ കോൺഗ്രസ് വെള്ളപൂശുന്നുവെന്നാണ് BJP വിമർശനം. ജമാഅത്തെ ഇസ്ലാമിയെ കൂട്ടുപിടിച്ച് ഭരണം നേടാനാണ് UDFന്റെ നീക്കമെന്നും BJP നേതാവ് കെ സുരേന്ദ്രൻ. ജമാഅത്തെ ഇസ്ലാമി പോലുള്ള ഭീകരവാദ സംഘടനകളെ വെള്ളപൂശുന്ന പച്ചയായ വർഗീയ നിലപാടാണ് കോൺഗ്രസ് ഉയർത്തിപ്പിടിക്കുന്നത്. വി ഡി സതീശന്റെ ജമാഅത്തെ പരാമർശത്തിൽ മറ്റ് UDF നേതാക്കൾ പ്രതികരിക്കാത്തതും ചർച്ചയാകുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.